മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മൂന്നാം ഊഴത്തിലെ നിലപാട് തിരുത്തിയതിന് പിന്നാലെ ജി സുധാകരനെ സന്ദർശിച്ച അമ്പലപ്പുഴയിലെ കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് പ്രവർത്തകരുമായി ചേർന്ന് ഇന്നു മുതൽ പ്രചാരണം ആരംഭിക്കും. നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. എന്നാൽ ജി സുധാകരനെ കാണാൻ ജില്ലയിലെയോ സംസ്ഥാനത്തെയോ മുതിർന്ന നേതാക്കൾ നേരിട്ടെത്തിയിട്ടില്ല. ആരുടെയും പിന്തുണ തേടി അങ്ങോട്ട് പോവുകയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ജി സുധാകരൻ. മനീഷ് മഹിവാൽ ആലപ്പുഴയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. മനീഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും പാർട്ടി വിട്ടെങ്കിലും പിണറായി വിജയനെ പുകഴ്ത്തിയ ജി സുധാകരനെ എന്തിന് പിന്തുണയ്ക്കണമെന്നുള്ള വലിയ ചോദ്യം അമ്പലപ്പുഴയിലെ പ്രാദേശിക നേതാക്കൾ ഉയർത്തിയിരുന്നു. എന്തായാലും ഇപ്പോൾ നിലപാട് തിരുത്തിയതോടുകൂടി അവർ പിന്തുണയുമായി രംഗത്തേക്ക് എത്തുകയാണോ? പ്രചാരണത്തിലേക്ക് കോൺഗ്രസ് പ്രവർത്തകരുടെ കൂടി സഹകരണത്തിലൂടെ കടക്കുകയാണോ സുധാകരൻ? ജി സുധാകരൻ പാർട്ടി വിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് ഒരാഴ്ച പിന്നിട്ടിട്ടും ഒരു തരത്തിലുമുള്ള UDF പിന്തുണ, അതായത് പ്രായോഗികമായി അവിടെ ഒരു തരത്തിലുള്ള പ്രചരണം നടത്താൻ ജി സുധാകരന് കഴിഞ്ഞിരുന്നില്ല. അവിടെ കോൺഗ്രസ് നേതാക്കളോ UDFുമായി ബന്ധമുള്ള ആരെങ്കിലും ജി സുധാകരനെ കാണാനെത്തുകയോ അല്ലെങ്കിൽ പ്രചരണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ കഴിഞ്ഞില്ല. കാരണം ജി സുധാകരൻ നടത്തിയ 1.25 മണിക്കൂർ നടത്തിയ പത്രസമ്മേളനത്തിൽ മൂന്നാമതും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വരുന്നതിൽ സന്തോഷമെന്ന നിലപാടാണ് ഈ കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ പ്രകോപനമായത്. അതുകൊണ്ട് തന്നെ ആ നിലപാട് തിരുത്തിയ ശേഷം മാത്രം ജി സുധാകരനുമായി സഹകരിച്ചാൽ മതി എന്ന രീതിയിലേക്ക് എത്തുകയായിരുന്നു. ഇപ്പോഴിതാ ഇന്നലെയും രണ്ടാം ഘട്ട പട്ടിക പുറത്തു വന്നപ്പോൾ അമ്പലപ്പുഴ സീറ്റ് ഒഴിച്ചിട്ടിരിക്കുകയാണ്. UDF അതായത് പിന്തുണ നൽകുകയാണ്. അവിടെ അമ്പലപ്പുഴ മണ്ഡലത്തിൽ കോൺഗ്രസിന് UDFന് സ്ഥാനാർത്ഥിയില്ല. അപ്പോഴിതാ നാളെയാണ്, ഇന്നലെ രാത്രിയാണ് കോൺഗ്രസ് പ്രാദേശിക അമ്പലപ്പുഴയിലെ നേതാക്കൾ നിലപാട് ജി സുധാകരൻ തിരുത്തിയത് കൊണ്ട് ഇന്നലെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയത്. അങ്ങനെ ഇന്നലെ രാവിലെ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നിലപാട് തിരുത്തിയ ശേഷം പിന്നീട് കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചിരുന്നു. ഇന്നലെ രാത്രി നേരിട്ട് കാണാനെത്തി. നാളെ നാമനിർദ്ദേശ പത്രിക കൊടുക്കും. ഇന്ന് പ്രചരണ പ്രവർത്തനം ആരംഭിക്കും. ഇന്നോ നാളെയോ പ്രചരണ കമ്മിറ്റി, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിക്കാനാണ് തീരുമാനം. അത്തരത്തിൽ ജി സുധാകരൻ ഒരാഴ്ചയായി വീട്ടിൽ തന്നെ, അതായത് വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്താനോ വ്യക്തിപരമായ ചില ആളുകളെ കാണാൻ മാത്രമാണ് ജി സുധാകരൻ ചെയ്തത്. ഇപ്പോഴിതാ ഇന്ന് മുതൽ പൂർണ്ണ സജീവ പ്രചരണത്തിലേക്ക് ജി സുധാകരൻ ഇറങ്ങാൻ കഴിയും. പക്ഷെ അതേസമയം മറുവശത്ത് ഇടതു സ്ഥാനാർത്ഥി സലാമിന്റെ നേരത്തെ തന്നെ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 190 ബൂത്ത് കമ്മിറ്റിയാണ് ഇത്തവണ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിട്ടുള്ള സലാമിന് വേണ്ടിയിട്ട് ഇടത് പാളയത്തിൽ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള മത്സരം അമ്പലപ്പുഴയിൽ ഉണ്ടാകും. എന്താണെങ്കിൽ ജി സുധാകരൻ നിലപാട് തിരുത്തിയത് കൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ നേരിട്ട് അദ്ദേഹത്തെ കാണാനെത്തി. ഇനിയിപ്പോൾ പൂർണ്ണ തോതിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയുമെന്നാണ് സുധാകരൻ പ്രതീക്ഷിക്കുന്നത്. മനീഷ് മഹിവാലാണ് വിശദാംശങ്ങളുമായി ചേർത്തത്. എന്തായാലും പൂർണ്ണതോതിൽ ഇനിയിപ്പോൾ പ്രചാരണത്തിലേക്ക് കടക്കുകയാണ് ജി സുധാകരൻ.